ഈ കണ്ട ദൃശ്യങ്ങളിലുണ്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അത് വ്യക്തമാകുന്നുണ്ട്. ഒരു സൂചി കുത്താൻ ഇടമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു മനുഷ്യനും ശ്വാസമെടുക്കാൻ കഴിയാത്തത്ര തിരക്കായിരുന്നു. നമുക്ക് ആ ദൃശ്യത്തിൽ ഒരു കുട്ടിയെ തോളിലേറ്റിയിട്ടുണ്ട്. ഒരു സ്ത്രീ ആ ദൃശ്യത്തിൽ നമുക്ക് അതിനിടയിൽ പെട്ടുപോകും നമുക്ക് കാണാം. മറ്റൊരു കുട്ടിയെയും തോളിലേറ്റിയിട്ടുണ്ട്. എത്ര വലിയ തിരക്കായിരുന്നു അവിടെ എന്നത് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ പിന്നിലേക്ക് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് മുന്നിലേക്ക് എത്താനുള്ള തള്ളലായിരിക്കും. ഇത്രയധികം മനുഷ്യർ സംഗമിക്കുന്ന ഇടത്ത് സ്റ്റേജിനടുത്തേക്ക് നിൽക്കുന്ന ആളുകൾ, അവിടെ തിക്കും തിരക്കും ഉണ്ടാകുന്ന സ്വാഭാവികം. ഇതിനിടയ്ക്ക് പെട്ടുപോകുന്ന ആളുകൾ വല്ലതും രക്ഷപ്പെടാൻ വേണ്ടി കുട്ടികളുടെ ഉൾപ്പെടെ നിലവിളി നമ്മൾ കേൾക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി മേൽക്കൂരയ്ക്ക് മുകളിലേക്കും മറ്റും കയറുന്നുണ്ട്. താൽക്കാലികമായി നിർമ്മിച്ച ഷീറ്റ് പൊളിച്ച് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഭീതിതമായൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതവിടെ നിന്ന ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്ന ഈ ദുരന്ത സമയത്തിന് തൊട്ടു മുൻപേ, അല്ലെങ്കിൽ ആ ദുരന്തം സംഭവിക്കുന്ന സമയത്തെ ദൃശ്യങ്ങളാണിത്. ഈ ആൾക്കൂട്ടത്തിനിടയിൽ എത്ര പേർ ശ്വാസം മുട്ടി നിലത്ത് വീണിട്ടുണ്ടാകാം, അങ്ങനെ എത്ര മരണം സംഭവിച്ചിട്ടുണ്ടാകാം, അതൊക്കെ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. തിരക്കൂട്ടം നിയന്ത്രിക്കാൻ പ്രത്യേകമായൊരു സംവിധാനവും ഉണ്ടായിരുന്നില്ല. ഷീറ്റ് കൊണ്ട് മറച്ച ആ ഭാഗമൊക്കെ പൊളിച്ച് പുറത്തേക്ക് കടക്കാൻ ആളുകൾ ശ്രമിക്കുകയാണ്. അത്ര വലിയ ഉന്തും തള്ളുമാണ് അവിടെ ഉണ്ടായത് എന്നത് വ്യക്തമാകുന്നുമുണ്ട്. ശ്രീധരൻ ഉണ്ട്. ശ്രീധരൻ, ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും വല്ലാത്ത ദൃശ്യങ്ങൾ തന്നെയാണ്. അതായത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ തിക്കിലും തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ജീവശ്വാസത്തിനായി ആളുകൾ പെട്ടെന്ന് കാണുന്ന സ്ഥലങ്ങളിലേക്ക് ഓടിക്കയറുന്ന അതീവ ഭീതിതമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് ഇപ്പോൾ ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അത്രയും വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു എന്നതിന് ഇനി മറ്റ് തെളിവുകൾ ആവശ്യമില്ല. ഈ സംഘാടകർ പറഞ്ഞ അത്രയും ആളുകളല്ല, അതിനപ്പുറത്തുള്ള ആളുകൾ, ജനസഞ്ചയം വിജയെ കാണാനും കേൾക്കാനും അവിടേക്ക് എത്തി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും അതാണ് ഇപ്പോൾ ഈ 33 പേരുടെ മരണത്തിലേക്ക് എത്തിയത്. 58 പേർ ജീവനും മരണത്തിനുമിടയിലുള്ള ആ പാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിരവധി ആളുകളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട് എന്നാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. പ്രാഥമികമായി കരൂർ ഗവൺമെൻറ് ആശുപത്രിയിലാണ് കൂടുതൽ ആളുകൾ എത്തിയതെങ്കിൽ ഇപ്പോൾ അല്പസമയം മുൻപ് സെന്തിൽ ബാലാജിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. നിരവധി ആളുകൾ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. പല ആളുകളും ICUവിൽ ആണ് എന്നുള്ള വിവരങ്ങൾ കൂടി സെന്തിൽ ബാലാജിയുടെ ഭാഗമായി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് 58 ആളുകളിൽ ഇനിയും ആളുകൾ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കഠിന പരിശ്രമത്തിലാണ് എന്നുള്ള വിവരമാണ് സംസ്ഥാന സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് വരുന്നത്. ഏതായാലും ഇതിനുവേണ്ടി ഒരു പ്രത്യേക സംവിധാനം ചീഫ് സെക്രട്ടറിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരുക്കിയിട്ടുണ്ട്. ദുരന്തമുണ്ടായത് എങ്ങനെയാണ് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി ആളുകൾ തിക്കിത്തിരക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. കരൂരിലെ അപകടത്തിൻ്റെ ഏറ്റവും ഭീതമായ ദൃശ്യങ്ങൾ ഒന്നായി ഇത് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ആ അപകടമുണ്ടാകുന്ന സമയത്തെ ദൃശ്യങ്ങളാണ്. നിരവധി പേർ കുഴഞ്ഞു വീഴുന്നു. കുട്ടികളെ ചുമലിലേറ്റി അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത്ര വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടത്. ഇപ്പോൾ